ഓരോ സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിക്കണം. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅത്തി അശ്യാ. പടച്ചവൻ നാളെ അവൻ്റെ പരലോകത്തു വെച്ച് നമ്മളോടൊക്കെ 4 കാര്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടല്ലാതെ നമ്മളുടെ ഒരു കാല് പോലും മുമ്പോട്ടെടുത്ത് വെക്കാൻ പറ്റൂല. ഒന്നാമത് ചോദിക്കുന്നത് ആയുസ് എന്തിലാണ് നശിപ്പിച്ച് കളഞ്ഞത്. ചില ആളുകൾ പറയാറില്ലേ, ചില ആളുകൾ മരിക്കുമ്പോൾ അവൻ നേരത്തെ പോകേണ്ടതായിരുന്നു, എത്ര നാളായി, അവൻ്റെ വീട്ടിലും നാട്ടിലുമൊക്കെ അവനെ കൊണ്ട് കിടന്നുറങ്ങാനും കഴിയില്ല, വളരെ പ്രയാസം. ഇത്തരത്തിലാകാൻ പാടില്ല. അവൻ മരണപ്പെട്ടോ, വലിയ നഷ്ടം തന്നെയാണല്ലോ സമൂഹത്തിന് എന്ന് പറയുന്ന രീതിയിൽ ആയുസ്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുപോലെ ഈ കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നാം ചിന്തിക്കുന്നുണ്ടല്ലോ, ഈ ശരീരത്തിന് എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? ഒരാളെ ഉപദ്രവിക്കാനും മറ്റുള്ളവൻ്റെ സമ്പത്തിനെ അപഹരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ശരീരത്തിനെ മാറ്റിവെക്കാതെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഓടുന്ന യുവത്വമാക്കി ഈ ശരീരത്തിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് അവിടുന്ന് പറയുന്നത് നാം നേടിയ അറിവ് എന്തിലാണ് ഉപയോഗപ്പെടുത്തിയത്. നമ്മുടെ അറിവ് ഉപകാരപ്രദമായതായിരിക്കണം. മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നേടിയെടുക്കാൻ നമ്മളുടെ അറിവ് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നിങ്ങൾ ശ്രദ്ധിക്കണം. നാലാമത്, നമ്മൾ നാട്ടിൽ വലിയ സമ്പന്നനെന്ന് പലരും പറയും. എന്തെങ്കിലും ഒരു കാര്യം പള്ളിക്ക് വരുമ്പോൾ ആ ഹാജിയാരുടെ വീട്ടിൽ ചെല്ലാം, അവർ തരും എന്നൊക്കെ പറയും. തരികയോ തരാതിരിക്കുകയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മറിച്ച് ആരായാലും ആ സമ്പത്ത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്, എങ്ങനെയാണ് നീ സമ്പാദിച്ചത്? പടച്ചവൻ്റെ മുമ്പിൽ പടച്ചവൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സമ്പത്ത് മുഴുവനും എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഹലാലായ മാർഗത്തിൽ തന്നെയാണോ അതോ ഹറാമായ മാർഗത്തിലോ? അത് തന്നെ പറയാം. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മറ്റുള്ളവരിലേക്കൊക്കെ ഇത് എത്തിക്കാം. കിട്ടിയ ആയുസ്സിൽ പടച്ചവനെ സ്തുതിക്കുക. ഇനിയും ആയുസ്സുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തന്നെ മുമ്പോട്ട് കടക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.